അൻവർ മത്സരിക്കുമോ, അൻവർ മത്സരിക്കുന്നു, അടുത്ത നിമിഷം മത്സരിക്കാൻ പോകുന്നു, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ, അടുത്ത നിമിഷം മുതൽ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മുടെ ലോട്ടറിയിൽ മഞ്ജുള ബേക്കറി ആലപ്പുഴ നാളെയാണെന്ന് പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ സുജയ പാർവതി കിടന്ന് നിലവിളിയാണ്. ഉടൻ മത്സരിക്കാൻ പോകുന്നു, മത്സരിച്ച് മറിക്കാൻ പോകുന്നു, മത്സരിച്ചാൽ അത് ഗതി മറ്റൊന്നായി തീരും. ആരുടെ ഗതി മറ്റൊന്നായി തീരും? അൻവറിൻ്റെ ഗതി വേറൊന്നായി മാറും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പ്രവചിക്കുക സാധ്യമല്ല. എന്താണ് ചെയ്യുക എന്ന് യാതൊരു നിശ്ചയവും അൻവറിനെക്കുറിച്ച് ആർക്കും പറയാനാവില്ല. നിങ്ങളാകുന്ന മാധ്യമങ്ങൾ നീട്ടിവെച്ച മൈക്കിൻ കുഴലിൽ തോണ്ടി ആ മനുഷ്യൻ എവിടെയൊക്കെയോ സഞ്ചരിച്ച് തുടങ്ങിയെടുത്ത് നിന്ന് എവിടെയോ എത്തി നിൽക്കുകയാണ്. ഇല്ല, നടുക്കടലിൽ കപ്പൽ മറിഞ്ഞപ്പോൾ കണ്ടെയ്നർ തീരത്തടിഞ്ഞതുപോലെ എവിടെയാണ് മറിഞ്ഞതെന്നും എവിടെയാണ് അത് അടിഞ്ഞിരിക്കുന്നതെന്നും ഒരു നിശ്ചയവും ഇല്ലാത്ത സ്ഥിതിയിലാണ് അൻവറിൻ്റെ ഒരവസ്ഥ. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് എന്തൊക്കെയോ എവിടെ വെച്ചോ കട്ടായിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് വലിയ നിശ്ചയമില്ലാത്ത വിധമുള്ള സഞ്ചാരത്തിനിടയിലാണ് ഈ നിലവിളി. അവിടെ മത്സരിച്ചാൽ എന്താ സംഭവിക്കുക? ആര് ജയിച്ചാലും ആര് തോറ്റാലും അൻവർ പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് ഇനിയെങ്കിലും ആരെങ്കിലും അൻവറിനോട് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം തന്നെ ഏതാണ്ടൊരു പകുതി ദുരന്തമായി തീർന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൻ്റെ ബാക്കിയും ദുരന്തമായി മാറും എന്നതാണ് സത്യം. ഇത് കേട്ടപ്പോൾ എനിക്കതാണ് തോന്നിയത്. PV അൻവർ പോലീസിലെ ഒരുപാട് ആളുകളുടെ സംഗതികൾ പറഞ്ഞാണ് തുടങ്ങിയത്. പോലീസിൻ്റെ ഏകപക്ഷീയമായ സംഗതിയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർമാരുടെ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയും ഒക്കെ പുറത്തുവിട്ടു. പോലീസിൻ്റെ നടപടികൾ കൊണ്ട് വലഞ്ഞിരുന്ന കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ CPM-നകത്തും DYFIക്കകത്തും ഒക്കെയുള്ള ആളുകൾ സഹിതം അൻവറിന് പിന്തുണയുമായി ആദ്യ മണിക്കൂറുകളിൽ രംഗത്തെത്തിയിരുന്നു. പിന്നെ അവിടെ നിന്ന് അൻവർ നേരെ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സഖാവ് ശശി അണ്ണനിലേക്കും ഒക്കെ കാര്യങ്ങളെത്തി. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതും സംസാരിക്കുന്നതും പിതൃതുല്യമായ സംഗതികളും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയാണ് അവസാനം അദ്ദേഹം കടുത്ത ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നത്. അങ്ങനെ ഏറ്റുമുട്ടലിലേക്ക് എത്തുമ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ പറയുന്നതിനപ്പുറം അൻവറിൻ്റെ കയ്യിൽ എന്തൊക്കെയോ സംഗതികൾ ഉണ്ടാവും എന്നൊക്കെയാണ് ഒരുപാട് പേർ വിചാരിച്ചിരുന്നത്. പക്ഷേ PV അൻവറിനെ അറിയാവുന്നവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒന്നും അൻവറിന് വേണമെന്നില്ല, ഒന്നുമില്ലാതെ തന്നെ എന്ത് മായാജാലവും അദ്ദേഹം കാണിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് വിയോജിപ്പിൻ്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ അദ്ദേഹം വഴിമാറിയുള്ള സഞ്ചാരം തുടങ്ങിയിരുന്നു. ആ സഞ്ചാരം എവിടേക്കൊക്കെയാണ് പോയതെന്ന് അറിയാത്തവണ്ണം കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ DMK എന്നോ പിന്നീട് തൃണമൂലെന്നോ ഒക്കെ പറഞ്ഞെത്തിയപ്പോഴാണ് പുള്ളിയുടെ ആ ഒരു മാനസിക ഘടന എങ്ങനെയായി തീർന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ച് പോയത്. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചവരുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നതിനൊരു രീതിയും ശൈലിയുമുണ്ട്. ആരോടാണത് പ്രകടിപ്പിക്കുന്നതെന്ന ഉത്തമ ബോധ്യം പ്രകടിപ്പിക്കുന്ന ആളിന് വേണം. അതിനുശേഷം നടക്കുന്ന ഓരോ സംഗതികളെയും ഗുണദോഷവശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുകയും വേണം. ഒടുവിൽ തേടി ചാടി ചെന്ന് അങ്കും പുങ്കുമില്ലാതെ ആരുടെ കൈക്കും ഒതുങ്ങാതെ നിൽക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിൽ എത്തിപ്പെട്ടപ്പോഴേ മേക്കാറ്റ് പിടിച്ച പട്ടം പോലെ അതേതോ ഒരു സ്ഥലത്ത് എത്തിയിരുന്നു. ഇനി അതിലേക്കെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങൾ കൂടി അവശേഷിക്കുന്ന ആ ജനപ്രതിനിധിയുടെ ഭാവം അങ്ങ് പൂർത്തിയാക്കി വരാൻ പോകുന്ന ഇലക്ഷനോടുകൂടി ഒരു നിലപാട് സ്വീകരിച്ചാൽ മതിയാവുന്നതായിരുന്നു. അത് അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് തലവേദന കൂടുതൽ സൃഷ്ടിച്ചേനെ, അനുകൂലിക്കുന്നവർക്ക് ആശ്വാസവുമായേനെ. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകീയ രാജിപ്രഖ്യാപനം. ആരും ആഗ്രഹിച്ചതല്ല അദ്ദേഹത്തിൻ്റെ രാജി. ശത്രുവും ആഗ്രഹിച്ചില്ല, മിത്രവും ആഗ്രഹിച്ചില്ല. കാരണം അങ്ങനെ ഒരു ഇലക്ഷൻ ഇനി ഈ പറയുന്ന ദിവസങ്ങൾക്കകം കോടികൾ പൊടിച്ച് ഒരുപാട് ആളുകൾ കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എത്ര നാളത്തേക്ക് വേണ്ടിയാണ് ആ സ്ഥാനാർത്ഥിത്വവും ആ ജനപ്രതിനിധിയും? അപ്പോൾ ആകെ തേടി വന്നത് ഈ പറയുന്ന ഇനി അവിടെ ജയിക്കാൻ പോകുന്ന MLAക്ക് ലഭിക്കുന്ന ഒരവസരം ഒരുക്കി കൊടുക്കുക മാത്രമാണ് അൻവർ ചെയ്തത്. പിന്നീട് അൻവർ ഈ ലീഗ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ ബന്ധപ്പെടുകയും കാണുകയും പോവുകയും ഒക്കെ ചെയ്ത ആളാണ്. അൻവറിന് ഈ കോൺഗ്രസ്സിലേക്ക് ചാടാൻ പോകുമ്പോൾ തന്നെ ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് അൻവറിന് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ജനിച്ച് പ്രസവിച്ച് വളർന്ന ആളൊന്നുമല്ല ആര്യാടൻ ഷൗക്കത്ത്.
അവിടെ തന്നെ ഉണ്ട്. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് ചാടുമ്പോൾ ഏത് ശത്രുവാണ് തനിക്ക് ഏറ്റവും മികച്ചത് എന്ന് നോക്കി വേണ്ടേ ചാടാൻ? അപ്പോൾ പിണറായി വിജയൻ സഖാവാണ് വലിയ ശത്രുവെങ്കിൽ അങ്ങോട്ട് ചാടിയത് ചെറിയ ശത്രുവിനെ ഉൾക്കൊള്ളേണ്ടി വരും. അതല്ല, അത്രയും വലിയ ശത്രു ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ചെറിയ ശത്രുതയുള്ള പിണറായി വിജയൻ സഖാവിനോടൊപ്പം ഇപ്പുറത്ത് നിൽക്കേണ്ടി വരും. ഇത് രണ്ടും ആലോചിക്കാതെ എടുത്ത് ചാടിയ ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞാൽ സംഗതി എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വടക്കയറിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നത് പോലെ വലിഞ്ഞ് ഊരിപ്പോവുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പോടുകൂടി PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അപ്രത്യക്ഷമാവുകയും ചെയ്യും. പലപ്പോഴും ഇത് കൂടെ നിൽക്കുന്നവർക്കും അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്കും ഒക്കെ അറിയാം എന്നാണ് എനിക്ക് പല ഘട്ടങ്ങളിലും സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്, പല കാര്യങ്ങളും. പക്ഷേ ഇതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ഷട്ടർ ഇട്ടിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മൂടിയിട്ടിട്ട് അതിനുള്ളിൽ അദ്ദേഹം പലതരത്തിലുള്ള സംഗതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശമാണ് ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പുറത്ത് ചാനലുകാർ മൈക്കുമൊക്കെയായി ചെന്ന് കൊത്തിവെച്ചു കൊടുക്കുന്നത്. അവിടെയാണ് നമ്മുടെ സുജയ ചേച്ചി ദേ മത്സരിക്കാൻ പോകുന്നേ എന്ന് വിളിച്ചു പോകുന്നത്. മത്സരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ലീഗിൻ്റെ ഉൾപ്പെടെ സമ്മർദ്ദം കൊണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്നറിയുമോ? കോൺഗ്രസിൽ നിന്നപ്പോൾ കോൺഗ്രസിൽ അഡമൻ്റായി നിൽക്കുകയും ആ കോൺഗ്രസിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ചേരിയിൽ നിന്നുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ അരിഞ്ഞു തള്ളുകയും ചെയ്ത ആളാണ്. അദ്ദേഹം CPM-ൽ വന്നപ്പോൾ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അരിഞ്ഞു തള്ളുന്നത്രയും കടന്നൽ രാജയായി നിലകൊണ്ട ആളാണ്. അപ്പോൾ ഇനി പ്രായവുമൊക്കെ ആയ സ്ഥിതിക്ക്, പ്രത്യേകിച്ചിപ്പോൾ ഈ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ആയതുകൊണ്ട് ഇനി കടന്നലാണ് എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലീഗ് നേതാക്കളുടെയും മറ്റ് ചിലരുടെയും ഒക്കെ ഒരു പിന്തുണ അൻവറിനുണ്ട്. ഇനി അവർക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അൻവർ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പോൾ തൃണമൂലിലേക്ക് പോയി, അവിടുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ ഇവിടെ കയറി മത്സരിക്കുകയും കൂടെ ചെയ്താൽ ഫലം സ്വാഹ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യമായി നഷ്ടപ്പെടാനൊന്നുമില്ല, അത് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സീറ്റ് എഴുതി തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ ആർക്ക് കിട്ടിയാലും പ്രത്യേകിച്ച് യാതൊരു സംഗതിയുമില്ല. പക്ഷേ ഒരു തോൽവി താങ്ങാൻ അൻവറിന് കഴിയില്ല. കാരണം തോൽവിയോടുകൂടി അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലാതായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് അലറി വിളിക്കുന്ന മൈക്കുകാരുടെ ചാനലുകാരുടെ ആവേശത്തിൽ അൻവർ കുരുക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.